ഇത് എപ്പോഴാണ് സംഭവം അറിയുന്നത്? എങ്ങനെയാണ് അകത്ത് കയറുന്നത്? ഞങ്ങൾ പള്ളിയിൽ നിസ്കരിച്ച് അവിടെ നിന്ന് കാക്കയുടെ ഉമ്മ മരണപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെ എന്ത് പറ്റിയെന്ന് അവിടെ പോയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നെടുങ്ങാട് സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു പോലീസ് വന്നിട്ട് പിന്നെ ലത്തീഫിൻ്റെ വീട് ചോദിച്ചു. അപ്പോൾ നമ്മൾ കാരണം ചോദിച്ചാൽ ഉമ്മ മരണപ്പെട്ട് അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇല്ല, അപ്പോൾ ലത്തീഫ് വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് ലത്തീഫിൻ്റെ വീടൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ കൂടെ കയറാൻ പറഞ്ഞു. സാറ് നമ്മൾ രണ്ടു പേർക്ക് കൂടെ കയറി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ലൈറ്റ് അണച്ചിട്ട് വീട് ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ സാറ് സമയമായപ്പോൾ 7 മണി കഴിഞ്ഞു. ഞങ്ങൾ പള്ളിയിൽ മരുനമസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ പുള്ളിയുടെ ഉമ്മ മരണപ്പെട്ടെന്നുള്ള കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാറ് കയറ്റിക്കൊണ്ട് ഇവിടെ വന്നിട്ട് സാറ് അകത്ത് കയറി, കഥ തുറന്ന്. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല, ലൈറ്റ് തുറന്ന് അകത്ത് കയറി. അപ്പോൾ ഞാൻ അടച്ചിട്ടില്ലായിരുന്നു, കഥക് ചാരിയിട്ടുണ്ട്, ലോക്ക് ഇട്ടിട്ടില്ലായിരുന്നു. കഥ തുറന്ന് സാർ അകത്ത് കയറി. അകത്ത് കയറിയിട്ട് അപ്പോൾ ഞാൻ സെറ്റിലിരിക്കുന്നത് കണ്ടു. എൻ്റെ കാക്കയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ് പുറത്തിറങ്ങിക്കോ, കയറേണ്ട, അകത്ത് കയറണം. ഞങ്ങൾ ഇല്ല ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ടില്ല, ഞാൻ സിറ്റ് ഔട്ടിൽ നിൽക്കുകയായിരുന്നു. സാറ് പറഞ്ഞ് കയറണ്ട, ഇറങ്ങിക്കോ, ഇനി ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. 2 ആംബുലൻസ്. അവിടെ ബോഡീസ് എങ്ങനെയുണ്ട്? ഇരിക്കുക. ഇല്ല, ഒരാളെ കണ്ടിട്ടില്ല, വൈഫ് കണ്ടിട്ടില്ല. അത് അകത്താണ്. സാറ് പറഞ്ഞ് കയറണ്ട, അകത്ത് കയറണ്ട, ഒന്നിനും പിടിക്കണ്ട. സോഫയിൽ ഇരിക്കുകയാണ്, മുഖം കണ്ടിട്ടില്ല. അങ്ങനെ സോഫയിൽ ഇരിക്കുകയായിരുന്നു, മുഖം വ്യക്തമായി കണ്ട്. അതിനിടയ്ക്ക് സാറ് കയറണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പന്നൂർ വിളിച്ച ആംബുലൻസ്. അപ്പോൾ ആംബുലൻസ് വന്ന് അതിൽ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ പോയി എടുത്തുകൊണ്ട് വന്നു. ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്ക് മരണം സംഭവിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാറിന് സംശയം ഉണ്ടായിരുന്നു, അവിടെ കയറണ്ടെന്ന് പറഞ്ഞായിരുന്നു. അകത്ത് കയറണ്ട, ഇരുന്ന ഇരിപ്പിലാണ് ഇരിക്കുകയാണ്. പുള്ളി സെറ്റിൽ ഇരിക്കുകയായിരുന്നു.